الرحيم. عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى قيل ومن أبى يا رسول الله قال من أطاعني دخل الجنة ومن عصاني فقد أبى أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അതിരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങളായ നമുക്കുള്ള ഹക്കുകൾ, കടമകൾ, കടപ്പാടുകളെ സംബന്ധിച്ചാണ് ഇന്ന് രണ്ടാഴ്ചകളിലായിട്ട് നമ്മൾ പറയുന്നത്, കേൾക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നിബിധങ്ങളോടുള്ളൊരു കടമയാണ് നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, പിൻപറ്റുക എന്ന്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് നമ്മുടെ കാര്യങ്ങളിലും വിശ്വസിക്കുക. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത്, യഥാർത്ഥ സ്നേഹം ഉണ്ടാകുക. മൂന്നാമത്തെ കാര്യമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, പിൻപറ്റുക. ഇത്തിബാഅ് എന്ന വാക്കിനകത്ത് വിശാലമായ ഒരു അർത്ഥമാണ്. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ പിന്നെ നമുക്ക് പ്രത്യേകമായ ഓപ്ഷൻ ഇല്ല. അല്ലാത്ത പൊതു കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ കാപ്പി കുടിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചതൊന്നുമല്ല നമ്മൾ കഴിക്കും. നമ്മൾ നമ്മുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കും, ഓരോ നാട്ടുകാർ അവരുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാണെന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അതിനെ മാറ്റാൻ ആർക്കും അവകാശമില്ല. ആ രീതിയിലാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം ഗൗരവമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവന്ന് വായിച്ച സംഭവം. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു, വിവരണമായി, ദേഷ്യത്തിന്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അമ്മാ തറ, ഉമറെ നീ കണ്ടില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അല്ലാഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വഗളബി റസൂലില്ലാഹ് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ്യ. അല്ലാഹുവിന്റെ കോപത്തിൽ നിന്നും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കോപത്തിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുവിനെ റബ്ബായിട്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട്, ഇസ്ലാമിനെ ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടയാളാണ്. അപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് വളരെ വ്യക്തമായ ദീനുമായിട്ടാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാക്ക്, യഥാർത്ഥത്തിൽ എനിക്ക് മുമ്പ് കിതാബും ശരീഅത്തും കിട്ടിയ മൂസാ നബി അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരുന്നാലും എന്നെ ഇത്തിബാഅ് ചെയ്യണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. അത് എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ്, അള്ളാഹു തന്ന കിതാബാണ്. അതുകൊണ്ട് ഞാൻ ഇതനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് മൂസാ നബി പറഞ്ഞാൽ, ചില റിവായത്തുകളിൽ മൂസാ നബി പോലും വഴിവഴിച്ചു പോകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്നാൽ പോലും എന്നെ ഇത്തിബാഅ് ചെയ്യലല്ലാതെ രക്ഷയില്ല. അപ്പൊ അതിന്റെ ആ ഒരൊറ്റ വാക്കിൽ തന്നെ
എന്താണ് ഇത്തിബാഅ്, അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അത് മനുഷ്യന്റെ മുഅ്മിനീങ്ങളുടെ പിന്നീടുള്ള നബിതങ്ങൾ വന്നതിന് ശേഷമുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് ഒറ്റ വഴി നബിതങ്ങൾ ഇത്തിബാഅ് ചെയ്യുക, പിൻപറ്റുക, അനുസരിക്കുക എന്നതാണ്. തങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചെന്ന ദീനിയായ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇതിനാണ് ഇത്തിബാഅ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും മഹബ്ബത്ത്, സ്നേഹം നമുക്ക് കിട്ടുന്നത്. അതുവഴിയാണ് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയും. ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂലിനോട് വലിയ ഹുബ്ബാണ്, വലിയ മഹബ്ബത്താണ്, വലിയ സ്നേഹമാണ്. അദ്ദേഹത്തിന് എപ്പോഴും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരണം, കാണണം, തങ്ങളുടെ സംസാരം കേൾക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മാധുര്യം, ലഹരിയൊക്കെ അതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മനസ്സിനകത്ത് ഒരു ആശങ്കയുണ്ട്, ഒരു വിഷമമുണ്ട്. അതായത് ജീവിതത്തിന്റെ എന്റെ ഏറ്റവും വലിയ രസം തങ്ങളെ കാണലാണ്. പക്ഷെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞ് ഞാൻ സ്വർഗത്തിലെത്തിയാലും തങ്ങളോടൊപ്പം ഞാൻ ആവുകയില്ലല്ലോ. തങ്ങൾ സയ്യിദുൽ മുർസലീനാണ്, ഞാനൊരു സാധാരണ മുഅ്മിനാണ്. അപ്പൊ തങ്ങളെ കാണാത്ത സ്വർഗത്തിൽ എനിക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുക? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ലാഹു തആല അതിന് മറുപടി പറഞ്ഞു, ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നോ, വഴിപ്പെടുന്നോ, പിൻപറ്റുന്നോ, അങ്ങനെയുള്ള മനുഷ്യൻ ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും നാളെ ആഖിറത്തിൽ. നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഈ ആയത്തിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമായി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമറു മഅ മൻ അഹബ്ബ, ആരെ സ്നേഹിക്കുന്നോ അവരോടൊപ്പമായിരിക്കും നാളെ ആഖിറത്തിൽ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നാളെ ആഖിറത്തിൽ എത്തിച്ചേരാനുള്ള വഴിയും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗത്തെ പിൻപറ്റി ജീവിക്കുക, ഇത്തിബാഅ് ചെയ്യുക എന്നതാണ്. ഇതിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥം നമ്മൾ ബിദ്അത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ താക്കീതുകൾ, ഹദീസുകൾ ഒരുപാട് വരുന്നുണ്ട്. സഹാബാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരുടെ രീതി എന്ന് പറയുന്നത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് കൽപ്പിച്ചോ, എങ്ങനെ കൽപ്പിച്ചോ അവർ അവിടെ നിൽക്കും. പിന്നെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകില്ല. ജീവിതത്തിൽ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് അവരോട് പറഞ്ഞതെങ്കിലും ആ കേട്ട കാര്യത്തെ ജീവിതത്തിന്റെ അവസാനം വരെ അവർ സൂക്ഷിക്കും. ഇതൊരു സഹാബിയല്ല, ഏത് സഹാബാക്കളുടെ സംഭവങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഔഫ് മാലിക് അൽ-അശ്ജഅഇ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ, ഞങ്ങൾ 7-8 പേരുണ്ടായിരുന്നു. ഹദീസിൽ ഞങ്ങൾ 7, 8, 9 പേരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അലാ തുബായിഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് കരാർ ചെയ്യുന്നില്ലേ, ബൈഅത്ത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരം നീട്ടി, കൈ നീട്ടി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, നമസ്കാരം ജീവിതത്തിൽ പൂർണ്ണമായി അനുഷ്ഠിക്കണം, വിട്ടുകളയരുത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കരാറായിട്ട് ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായി പറഞ്ഞിട്ട് വളരെ പതുക്കെ ഒരു കാര്യം പറഞ്ഞു, രഹസ്യമായിട്ട് പതുക്കെ ഒരു കാര്യം പറഞ്ഞു. അത് പറഞ്ഞില്ല, ജനങ്ങളോട് യാചിക്കരുത്. അത് വളരെ പതുക്കെയാണ് പറഞ്ഞത്. ഈ മാലിക് അൽ-അശ്ജഅഇ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പിന്നീട് അന്ന് ബൈഅത്ത് ചെയ്ത ആ സംഘങ്ങളെ ഞാൻ ധാരാളമായി കണ്ടിട്ടുണ്ട്. അവരൊരു വാഹനത്തിന്റെ അഥവാ ഒട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് അതിന്റെ ചാട്ട താഴെ വീണു പോയാൽ അതിന് എടുത്തു തരിക എന്ന് പോലും ഓരോ ആൾക്കാരോട് പറയുമായിരുന്നില്ല. അവർ താഴെ ഇറങ്ങി അത് എടുത്തിട്ട് കയറിയിരിക്കുവായിരുന്നു. അതിന് എടുക്കുക എന്ന് പറയാം, സാധാരണയാണ് ഇനി എടുത്തരാന്ന് പറയും. പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അവരാരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ചെറിയ കാര്യത്തിൽ പോലും അവർ ജനങ്ങളോട് ചോദിക്കുമായിരുന്നില്ല. ഒരുപാട് ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിം മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഇതുപോലെ അനേകം സംഭവങ്ങൾ കാണാൻ കഴിയും. അബൂ മസ്ഊദ് ബദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയാണ്. ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഒരു അടിമയെ ചാട്ട കൊണ്ട് അടിച്ചു. അത്രയും ദേഷ്യം ഉണ്ടാകുന്ന ഒരു കാര്യം എന്നോട് ചെയ്തു. ആ ദേഷ്യത്തിന്റെ കടുപ്പത്തിൽ ഞാൻ ഇങ്ങനെ അവനെ അടിമയെ ചാട്ട കൊണ്ട് അടിച്ചു. അപ്പോൾ പുറകുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അബൂ മസ്ഊദ് നീ കേൾക്കണം, നീ അറിയണം, നീ ശ്രദ്ധിക്ക് എന്നൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ കോപത്തിന്റെ കൂടുതൽ കാരണമായിട്ട് എനിക്ക് ആരാണെന്നോ എന്താണ് പറയുന്നതെന്നോ മനസ്സിലായില്ല. അവസാനം ഞാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ശബ്ദം അടുത്തു വന്ന് ഞാൻ നോക്കിയപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബൂ മസ്ഊദ് നീ അറിയണമെന്ന് പറഞ്ഞ് പേടിച്ച് എന്റെ കയ്യിൽ നിന്ന് ചാട്ട താഴെ വീണുപോയി. ഇതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് പറഞ്ഞു, അബൂ മസ്ഊദ് അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം എന്ന് പറഞ്ഞു. അബൂ മസ്ഊദേ, അല്ലാഹു തആലയ്ക്ക് നിന്റെ മേൽ, നിനക്ക് ഈ അടിമയുടെ മേലുള്ളതിനേക്കാൾ വലിയ കഴിവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അബൂ മസ്ഊദ് പറയാണ്, പിന്നെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും ഒരടിമയും ഒരു മൃഗത്തെയും ഞാൻ കൈവച്ചിട്ടേ ഇല്ല, അടിച്ചിട്ടേ ഇല്ല, ഉപദ്രവിച്ചിട്ടില്ല. ഒറ്റ വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണ്. ഇന്ന് ജീവിതത്തിൽ അത് ചെയ്തത്. വലിയ വികാരമുള്ള ആൾക്കാരായിരുന്നു, വലിയ ദേഷ്യമുള്ളവരായിരുന്നു, വലിയ കടുപ്പമുള്ളവരായിരുന്നു. പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുമായിരുന്നു. ഒരു സമൂഹത്തെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്നത്, അവരെങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചത്. ഒരടിമയോടുള്ള അനുകമ്പയും സ്നേഹം എത്രയായിരുന്നു. എത്രയോ ആൾക്കാർ റോഡിൽ പിടിക്കുന്നു, എത്ര നേതാക്കന്മാർ കാണുന്നു, അല്ലേ പറയാറുണ്ട്. അത് ഒരു പാവപ്പെട്ടവനെയാണെങ്കിൽ, ഒരു നിലയും നിലയും ഇല്ലാത്തവനെയാണെങ്കിൽ അവൻ കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഇന്നല്ലാഹ അഖ്ദറു അലൈക മിൻക ഹാദൽ ഗുലാം, ഈ അടിമയെ നിനക്കൊരു കഴിവുണ്ടല്ലോ, അതിനേക്കാൾ കഴിവുള്ളവനാണ് അല്ലാഹു. ഒറ്റ വാക്ക്. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് അബൂ മസ്ഊദ് ബദരി റളിയല്ലാഹു അൻഹു. പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരാളോട് ചെയ്തത്, ഒരിക്കൽ ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്തോ ഒരു സാധനം ചോദിച്ചു, സമ്പത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. പിന്നീട് ഒരിക്കൽ വീണ്ടും അദ്ദേഹം ചോദിച്ചു, വീണ്ടും കൊടുത്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഹക്കീം ഇന്ന ഹാദൽ മാല ഖുവത്തുൻ ഖദറത്ത്, ഈ പണം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സാധനമാണ്. അതിന്റെ അർത്ഥം അതിനൊരു പച്ചപ്പും അതിനൊരു മാധുര്യം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും പണം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, വലിയ ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഏത് മനുഷ്യൻ അത് ചോദിച്ചിട്ടാണോ കിട്ടുന്നത്, യാചിച്ചിട്ടാണോ കിട്ടുന്നത്, അത് ചിലപ്പോ പരലോകത്ത് അവനൊരു അടയാളമായി വരും. തീബിൻ നഫ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി കിട്ടുന്നത്, അതാണ് ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു. ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ ഞാൻ ആരോടും ഒരിക്കലും യാചിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഭവത്തിൽ കാണാൻ കഴിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണ കാലഘട്ടത്തിൽ ഖജനാവിൽ നിന്ന് പൈസ കൊടുത്തിട്ട് പോലും അദ്ദേഹം മേടിച്ചു. ഉമർലാന്റെ ഭരണ കാലഘട്ടത്തിൽ കൊടുത്തു, അദ്ദേഹം മേടിച്ചില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആണ് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ ആരിൽ നിന്നും ഒന്നും വാങ്ങിച്ചു. സഹോദരങ്ങളിൽ ആർക്കാ കഴിയുന്നത്, എങ്ങനെയാ സാധിക്കുന്നത്? സഹാബാക്കളുടെ പതിവാണിത്, അവരുടെ അവസ്ഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ ചിലപ്പോൾ വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം, ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കിന്റെ മൂല്യം അവർക്ക് എത്രത്തോളം താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ശരി, അതിന്റെ മുകളിലായിരുന്നു. അതാണ് സഹാബാക്കൾ, അതാണ് ഈ ഉമ്മത്തിന്റെ രക്ഷ അവരിലൂടെ തുറക്കപ്പെട്ടത്. മഹദിയായ ഉമ്മു ഹമ്മദ് സഅദി റളിയല്ലാഹു തആലയുടെ സംഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മഹദി അവരുടെ കൊതി, അവരുടെ വലിയ അത്യാഗ്രഹം എന്താണ്?
മസ്ജിദ് നബവിയിൽ വരണം, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നിട്ട് നമസ്കരിക്കണം. അനുവാദം. ഒരിക്കൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അവരെ കണ്ടപ്പോൾ തന്നെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ആഗ്രഹം ഇവിടെ വന്ന് നമസ്കരിക്കാൻ വേണ്ടി വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞതൊന്നുമില്ല. പക്ഷേ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ നാട്ടിലുള്ള മസ്ജിദിൽ നിസ്കരിക്കുന്നതാണ് ഇവിടെ വന്ന് എന്റെ പുറകിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. എന്നിട്ട് പറഞ്ഞു, സലാത്തുക്കി ഫീ ഹുജ്റത്തുക്കി ഖൈറുൽ ലക്കി മിൻ സലാത്തിക്കി ഫീ ബൈതിക്കി. നിന്റെ വീട്ടിൽ വെളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും നല്ലത്. സലാത്തുക്കി ഫീ ഖഅരി ബൈതിക്കി ഖൈറുൽ ലക്കി മിൻ സലാത്തിക്കി ഫീ ബൈതിക്കി. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് നിനക്ക് പുറത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്. മുഹമ്മദ് സായിദ് റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഒരു സ്ഥലം എന്റെ വീട്ടിലൊന്ന് കാണിച്ചു തരാമോ? ചില റിവായത്തിൽ അങ്ങനെയാ ഉള്ളത്, ചില ഹദീസുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് അവരുടെ വീട്ടിൽ അത് കാണിച്ചു കൊടുത്തു. ആ സ്ഥലം മഹദി അവർ പിന്നെ അവിടെ നമസ്കരിച്ചു. ഏതുവരെ? മരിക്കുന്നത് വരെ അവരവിടെ തന്നെ നമസ്കരിച്ചു. എന്നാൽ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് കൂലിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നമസ്കരിക്കുന്നത് എത്ര വലിയ പ്രതിഫലമാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കേട്ടാൽ അതിന്റെ അപ്പുറം പിന്നെ അവർ നോക്കുകയില്ല. അത് തന്നെയാണ് അവരുടെ രക്ഷയുടെ വഴിയെന്ന് 100% ഉറപ്പതിൽ അവർ ഉറച്ചു നിൽക്കും മരണം വരെ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സഹാബാക്കിട്ട് പറയും, ഞങ്ങൾ ആ സാഹി മരണം വരെ അതിൽ ഉറച്ചു നിന്നു. നമ്മളൊന്ന് പറഞ്ഞു നോക്കാം നമ്മൾ ആഗ്രഹം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഉമ്രയ്ക്ക് പോകും. നമ്മൾ പോകല്ലേ ഒറ്റയ്ക്ക്? പുരുഷന്മാരെ ആരെങ്കിലും മാറമാണെന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റില്ല. അവർക്ക് ഉമ്രയ്ക്ക് പോയാൽ മതി. മാറമില്ലാതെ യാത്ര ചെയ്യുക, സുന്നത്ത യാത്ര പാടില്ല എന്ന് ഹദീസുള്ളതല്ലേ, ശരീരത്തിലുള്ളതല്ലേ. ആരാ കേൾക്കുന്നത്? ആർക്കും കേൾക്കുക? അവർക്കങ്ങ് പുണ്യം കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെയൊന്നും പുണ്യം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയിലൂടെ നമുക്ക് പുണ്യം കിട്ടുകയുള്ളൂ, പ്രതിഫലം കിട്ടുകയുള്ളൂ. നമ്മളുടെ ഇച്ഛകളും നമ്മളുടെ ആഗ്രഹവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യമാണ് നമ്മളുടെ രക്ഷയുടെ വഴി. അബൂ സലമ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. കുന്തു ഗുലാമൻ ഫി ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത് യദി തതീശു ബിസ്സുഹബ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്റെ കൈ ഇങ്ങനെ ഭക്ഷണത്തിൽ ഇങ്ങനെ പരന്നു കിടന്നു. അവിടെ നിന്നൊക്കെ പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് പറഞ്ഞു, യാ ഗുലാം സമ്മില്ല വഖുൽ ബിയമീനിക വഖുൽ മിമ്മാ യലീക. ഓ മോനെ, നീ ബിസ്മി പറയണം, അടുത്ത ഭാഗത്തുനിന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് എന്റെ അവസാനം ഞാൻ ഭക്ഷണം കഴിച്ചത് മുഴുവൻ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടിയായി പറഞ്ഞു കൊടുക്കാം, ഞാൻ ഇന്ന് വരെയും ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഞാൻ മാറ്റമായിട്ട് ചെയ്തിട്ടേ ഇല്ല. മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം മഹദി അവരുടെ അടുക്കലേക്ക് 80,000 ദിർഹം ഹദിയായിട്ട് വന്നു. അന്നത്തെ ഭരണാധികാരികൾ കൊടുത്തു 80,000 ദിർഹം ഹദിയായിട്ട് കൊടുത്തു. ഈ 80,000 ദിർഹം വന്നപ്പോ മഹദി അവർ പറഞ്ഞു, അത് സദഖ ചെയ്യാൻ പറഞ്ഞു. സദഖ ചെയ്തു. വൈകുന്നേരം ആയപ്പോ പിന്നെ ഒന്നുമില്ല. അടിമസ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉമ്മ, നമുക്കെല്ലാം നോമ്പായിരുന്നല്ലോ, ആ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു ദിർഹം എന്തുകൊണ്ട് എടുത്തു വെച്ചില്ല? ഒരു ദിർഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അല്പം മാംസം വാങ്ങിക്കാമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ അത് അന്നേരം പറയാനത് എന്താ? ഇപ്പൊ എല്ലാം കൊടുത്തു പോയല്ലോ, അത് നോമ്പാണെന്നുള്ള ഒരു ഓർമ്മയില്ല. ആ അത്രയും പണം അവർ സദഖ ചെയ്ത ദിവസത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇട്ടിരുന്ന കുപ്പായം പല കഷ്ണം വെച്ച് തയ്ച്ചതാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഈ ഒരു വസ്ത്രം അത് ദ്രവിച്ച് അത് കീറി ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നീ അടുത്തത് ഉപയോഗിക്കേണ്ടത്. അത് മഹദി അവരുകളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഉപദേശമാണ്. ഇത്രയും പണം വന്നിട്ടും ജീവിതത്തിൽ അത് തന്നെ. ഇത് എല്ലാ സഹാബാക്കളും, ആണും പെണ്ണും കുട്ടികളും മുതിർന്നവരും ആരുടെ ജീവിതം എടുത്ത് നോക്കിയാലും ഇമാം ബുഖാരി ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസുകളാണ് ഈ പറഞ്ഞതിൽ അധികവും. ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസുകളാണ്. ഇതായിരുന്നു അവരുടെ രീതി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ
ആ പറഞ്ഞതിൽ മരണം വരെ ഉറച്ചു നിർത്തുക. അവർക്ക് എത്ര താല്പര്യമുള്ളതാണെങ്കിലും ആഗ്രഹമുള്ളതാണെങ്കിലും ഒടിയാൻ എത്ര പ്രയാസമാണെന്ന് തോന്നുന്നതാണെങ്കിലും. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവര് ആ വിഷയത്തിൽ അവര് അങ്ങേറ്റത്തെ ഒരു നിലപാട് സ്വീകരിക്കുമായി. ഒരിക്കലും ഒരു സഹാബിയുടെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തിട്ടത് വലിച്ചെറിഞ്ഞത്. പുരുഷന്മാർക്ക് ജായിസല്ല, സ്വർണ്ണം ഇടാൻ പാടില്ല എന്ന് പറയും. പുരുഷന്മാർക്ക് സ്വർണ്ണം ഇടാൻ പാടില്ല, ജായിസല്ല. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ നിങ്ങളത് എടുക്കും, സ്ത്രീകൾ കൊണ്ട് കൊടുക്കാമല്ലോ വീട്ടില്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞൊരു സാധനം ഞാൻ എടുക്കില്ല. ഇരങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് ഊരിയെറിഞ്ഞൊരു സാധനം ഞാൻ എടുക്കുകയില്ല. ഈ അവസ്ഥയായിരുന്നു സഹാബാക്കൾ. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ് ചെയ്യേണ്ടത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ, കേട്ട കാര്യങ്ങളിൽ ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടത്, നിലപാട് സ്വീകരിക്കണം. ആന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കാന ഖാല ഫഖദ് സദഖ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കീങ്ങൾ പോയിട്ട് പറഞ്ഞ വാക്കാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി, ഇസ്രായിലിന് പോയി, ഇത്രയൊക്കെ സംഭവിച്ചു കളിയാക്കി പരിഹസിച്ച് പറഞ്ഞപ്പോൾ ഇൻ കാന ഖാല ഫഖദ് സദഖ. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ വാക്കിന്റെ അർത്ഥം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് സംശയമില്ല. എനിക്കതിലൊരു സംശയമില്ല, സത്യമാണ്. അബൂജഹൽ ആകാശത്ത് പോയെന്നാ പറയുന്നത്, ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്നാ പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിനേക്കാൾ വിദൂരമായി ഞാൻ വിശ്വസിക്കുന്നു. പിന്നല്ലേ ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനേക്കാൾ വിദൂരമായി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പിന്നല്ലേ ഇത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഇത്തിബാഅ് ചെയ്യാൻ നമ്മൾ കടമപ്പെട്ടവരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ, അത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, അതിനെ പൂർണ്ണമായിട്ട് ഇത്തിബാഅ് ചെയ്യണം, അനുസരിക്കണം, പിൻപറ്റണം, അതുപോലെ ചെയ്യാൻ പരിശ്രമിക്കണം. സാധാരണ കാര്യങ്ങളിൽ വരെ സഹാബാക്കൾ ഈ കാര്യം സ്വീകരിച്ചു. നബിതങ്ങളുടെ കൽപ്പനകളാണ്, നിർദ്ദേശങ്ങളാണ്. അവിടെയാണ് ഇമാം ബുഖാരി തെളിയിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്ന. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ കറിക്കകത്തുനിന്ന് ചൊരയ്ക്ക നോക്കുമായിരുന്നു, ഇങ്ങനെ കറക്കി. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടത് മുതൽ ഞങ്ങളും അത് ഇഷ്ടപ്പെട്ടു. നിർബന്ധമായ കാര്യമൊന്നുമല്ല, പ്രധാനപ്പെട്ട സുന്നത്തൊന്നുമല്ല. പക്ഷെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങളും ഇഷ്ടപ്പെട്ടു. നബിതങ്ങൾ അത് കറിയിൽ നിന്ന് അങ്ങനെ പറക്കി കഴിക്കുന്നത് കൊണ്ട് ഞങ്ങളും പറക്കി കഴിക്കണം. ഞങ്ങൾക്കത് ഇഷ്ടമായിരുന്നു, സ്നേഹമായി. ഓരോ കാര്യങ്ങളും എഴുതി, അതാണ് സ്നേഹത്തിന്റെ ഒരു പ്രതലം, ഒരു പശ്ചാത്തലം, ഒരു അടയാളം. എന്താണ് അടയാളം? ആരെയാണോ സ്നേഹിക്കുന്ന ആ സ്നേഹിക്കപ്പെടുന്ന ആളിന്റെ രീതിയും രൂപവും ശൈലിയും അദ്ദേഹത്തെ അങ്ങനെ തന്നെ അനുകരിക്കുക എന്നതാണ്. അതാണ് അതിൻ്റെതായ ഒരു ശൈലി, ഒരു രീതി. സഹാബാക്കൾ അങ്ങനെയായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അങ്ങനെ പകർത്തി. പ്രവാചകൻ ഖുർആൻ അങ്ങനെ പകർത്തി, സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ പകർത്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ സഹാബികളെ നിങ്ങൾ അനുകരിച്ചു കൊള്ളുക, എന്റെ ഖലീഫമാരെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. എന്നാൽ മനുഷ്യർ പലപ്പോഴും ഇത്രയും ഉയർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ വിട്ടിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി. മനുഷ്യൻ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി. അത് വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഴി ഉണ്ടാക്കി എവിടെ എത്തിയെന്ന് വെച്ചാൽ, ഇന്നിപ്പോ മുശ്രിക്കീങ്ങളെയും അതുപോലെ തന്നെ കുഫാറുകളെയും അവരുടെ ചര്യയും അവരുടെ ശൈലിയും പിൻപറ്റുകയും അനുകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് ശൈത്താൻ അവിടേക്ക് കൊണ്ടുപോകും. പല നിലയിലും പല കാര്യങ്ങളിലും അവരെ പിൻപറ്റുന്നതിലേക്ക് ഇന്ന് മനുഷ്യർ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നോട് കാര്യം പറഞ്ഞാൽ, ഈ വരുന്ന ബുധന് വ്യാഴം സ്കൂൾ അവധിയാണ്. പൂജ വെക്കും, പൂജ എടുക്കും. ഇത് രണ്ട് ശിർക്കിന്റെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനകളാണ്. അതായത് ദേവീ ദേവന്മാരെ തൃപ്തിപ്പെടുത്തി കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്നതിന് സരസ്വതി ദേവിയെ തൃപ്തിപ്പെടുത്തുക, ഐശ്വര്യം കിട്ടുന്നതിന് വേറെ രണ്ട് ദേവിമാരെ തൃപ്തിപ്പെടുത്തുക, അതിനുവേണ്ടി പുസ്തകങ്ങളും അതിനുവേണ്ടി പണിയായുധങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറും മൊബൈലും തന്നെ കൊണ്ടുപോയി
പൂജ വെക്കും, പിന്നെ പൂജ എടുക്കും. അത് അവരുടെ വിശ്വാസം, അവർക്ക് സ്വാതന്ത്ര്യം അവർ ചെയ്യട്ടെ. പക്ഷെ ഇതേ വിശ്വാസത്തിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കുട്ടികൾക്ക് എഴുത്തു തുടങ്ങും. എന്തുകൊണ്ട്? അന്ന് എഴുത്തിനിരുത്ത വിദ്യാരംഭം കുറിക്കുന്നത് ആ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി കുട്ടിക്ക് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടാൻ, കൂടുതൽ ചിന്തയുണ്ടാകാൻ, കൂടുതൽ പഠിക്കാൻ. നിങ്ങൾ നോക്കിക്കോ, എല്ലാ പള്ളികളിലും ഒരാളെങ്കിലും കൊച്ചിനെ എഴുതാൻ കൊണ്ടുവരും. അല്ലേ? നോക്കിക്കോ, ഇത്രയൊക്കെ ബോധമുള്ള, ഇത്രയൊക്കെ പിന്നെ മതത്തെ കുറിച്ച്, മദ്രസയും വിദ്യാഭ്യാസവും സ്കൂളും ജുമായും ജമാഅത്തും സോഷ്യൽ മീഡിയയും ആവോളമാണ്. കേട്ട് 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 കിടക്കും. പക്ഷെ ഈ ദിവസം ആകുമ്പോൾ ആരെങ്കിലും അറിയുള്ളൂ. ഓണത്തിന്റെ അന്ന് ഓണത്തിന്റെ ഇതൊക്കെ ഒളിപ്പിച്ച് കൊച്ചു വെച്ചിട്ടേ കൊണ്ടുവന്നു എഴുതാൻ. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുന്നു. അത് ശിർക്ക, അത് സംശയമൊന്നുമില്ല. ശിർക്ക, ദേവി ദേവന്മാരെ പൂജിക്കുന്നത് ശിർക്കല്ലേ. ഞാൻ പറയുന്നത് മദ്രസകൾ കുട്ടികളോട് പറയണം, അധ്യാപകര് പറയണം, ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിക മനുഷ്യന്റെ ഈമാൻ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളാണ്. ബാഹ്യമായി പറയാൻ വർഗീയവാദം പറഞ്ഞു, നമുക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇസ്ലാമാണ്, ഈമാനാണ്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വാക്ക് കൊടുക്കുന്ന അസുഖം അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതൊന്നും പറയാൻ പറ്റൂല. ആരാധനയ്ക്കാണ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലാതെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മാറ്റി പറയാൻ പറ്റും. ഇത് ദുനിയാവത്തങ്ങനെ വിളിക്കുന്നത്. 14 നൂറ്റാണ്ട് ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഇങ്ങനെ വിളിക്കുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥം? ആരാധന അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ സാധാരണ എല്ലാ പരിധികളും ലംഘിച്ച് അവസാനം നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം രാഹിത്യം പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കുഫറിന്റെയും ശിർക്കിന്റെയും വിശ്വാസങ്ങളെ പോലും കടമെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഇവരൊക്കെ പേരിലോ സാമൂഹിക ചുറ്റുപാടിന്റെ പേരിലോ പോകുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. മുമ്പൊരു പ്രസംഗിച്ചവർ പറഞ്ഞു, തിരുവനന്തപുരം സൈഡിൽ ഒരു പ്രാവശ്യം ഒരു മദ്രസ പോയപ്പോ ഒരു ഉസ്താദ് ഒരു കുട്ടിയെ കുതിയിൽ നിർത്തിയേക്കും. അപ്പോ എന്താന്ന് വെച്ചാൽ ക്ലാസ് മദ്രസ വന്നില്ല. കാര്യം ചോദിച്ചാൽ പറഞ്ഞു, മദ്രസ പുസ്തകം എല്ലാം കൂടെ പൂജ വെച്ചതാണ്, എടുത്തില്ല. നമ്മളത് കണ്ടിട്ട് ചിരിച്ച്, ഇത് നമ്മുടെ നാട്ടിലുണ്ട്, അന്വേഷിച്ച് നോക്ക്, ചോദിച്ചു നോക്ക്. ഈ ഖുർആനും ഹദീസും നമുക്ക് ചിരിക്കണം, കരയണോ? ഖുർആനും ഹദീസും കിതാബും കൊണ്ട് പൂജ വെക്കുന്ന കുട്ടികളുണ്ട്. അവർക്കറിയില്ല. സഹോദരങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൊണ്ടുവന്ന ദീൻ ലഖദ് ജിത്തും ബൈളാഅ നഖിയ്യ ലൈലുഹാ കനഹാരിഹാ. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന വെളുത്തു പ്രകാശിക്കുന്ന ഒരു ദീനാണ്. ഇതിന്റെ രാത്രി അതിന്റെ പകല് പോലെയാണ്, അത്രത്തോളം പ്രകാശമാണ്. ഈ ഒരു ദീനുമായിട്ട് മരണാനന്തര ജീവിതത്തിൽ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതാണ് നബിതങ്ങൾ സല്ലല്ലാഹു പറഞ്ഞത്, വല്ലാഹി ലൗകാന മൂസ അയ്യൻ ലമാ വസഅത്തിബായി. ഇനി മൂസ ജീവിച്ചു വന്ന പോലെ എന്നെ പിൻപറ്റാതെ മൂപ്പരുടെ ശരീരത്തിൽ കൊണ്ടുവന്നാൽ രക്ഷപ്പെടില്ല. അത്ര കൃത്യമാണ്, അത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, ചര്യകളെ അനുസരിച്ച് പിൻപറ്റി ജീവിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർമ്മ വെക്കണം. മഹബത്ത്, സ്നേഹം നമുക്കുണ്ടാകണം. മഹബത്തിൽ മനുഷ്യന് സ്നേഹത്തിൽ ചിലപ്പോൾ കൈയും കാര്യം കണ്ണൊന്നും ഇല്ലാതെ വരും. അത് വരാതിരിക്കാനാണ് ഇത്തിബാഇ എന്നൊരു കാര്യം അല്ലാഹു നിർബന്ധമാക്കിയത്. നിങ്ങളുടെ മഹബത്ത്, സ്നേഹം ഇത്തിബാഇന്റെ അടിസ്ഥാനത്തിൽ, അഥവാ നബിതങ്ങൾ പറഞ്ഞു തന്ന, കാണിച്ചു തന്ന രീതിയിലായിരിക്കണം. ആ മാർഗരേഖ വിട്ടുപോയാൽ ഈ മഹബത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ആ മഹബത്ത് മനുഷ്യനെ അപകടത്തിൽ ഇതൊരു രേഖയായിട്ട് അല്ലാഹു കടന്നതാണ്. പ്രവാചകരെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ ഇത്തിബാഇ ചെയ്യുന്ന തങ്ങൾ അവരോട് പറയും, എന്നെ പിൻപറ്റാൻ പറയുക. എന്നാൽ അല്ലാഹു തആല നിങ്ങളെയും ഇഷ്ടപ്പെടും, സ്നേഹിക്കും. നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കി തരും. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. ഇതങ്ങൾ എന്റെ സമുദായം മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വിസമ്മതിച്ച് നിന്നവരൊഴിച്ച്, നിരാകരിച്ചവരൊഴിച്ചു. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് നിരാകരിച്ചവർ? ഇതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതഅനി ദഖലൽ ജന്ന
അവൻ ആസാനി ഫഖദ് അബ. ആരെന്നെ വഴിപ്പെട്ടോ പിൻപറ്റിയോ അനുസരിച്ചോ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ഞാൻ കൊണ്ടുവന്ന ദീനിനെ ആര് നിരാകരിച്ചോ മാറി നിന്നോ ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചവൻ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ശരിയായ രീതിയിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാം നസീബാക്കുമാറാകട്ടെ. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട